പഞ്ച് ഡയലോഗുകൾക്ക് പേരുകേട്ടയാളാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശബ്ദവും പുറത്തു വരുന്നില്ല. മിണ്ടാവൃതത്തിലാണോ നമ്മുടെ പ്രധാനമന്ത്രി എന്ന തോന്നൽ അങ്ങിങ്ങായി ഉയരുന്നുണ്ടെങ്കിൽ അങ്ങനെ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല കേട്ടോ. പഹൽഗാം ആക്രമണം, തീവ്രവാദികളുടെ അതിനിഷ്ഠൂരമായ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂപപ്പെട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ സന്ദർഭങ്ങളിൽ ആവശ്യമായ പ്രതികരണങ്ങൾ വരാതിരിക്കുന്നതിനെക്കുറിച്ച് പത്രവാർത്തകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 2 ദിവസം കൊണ്ട് തന്നെ ആ യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ അത് താനാണ് നടത്തിയത് എന്ന മട്ടിൽ പലവട്ടം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുവരെയും അങ്ങനെയല്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് പല ചോദ്യങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ, പ്രത്യേകിച്ച് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉന്നയിക്കപ്പെട്ടപ്പോൾ, അതുപോലെ തന്നെ ചൈനയുടെ ആക്രമണങ്ങൾ, ചൈന ഇന്ത്യയുടെ പ്രവിശ്യ കൈയടക്കിയതിനെ സംബന്ധിച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അത് പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റിലാണല്ലോ. പാർലമെൻറ്റിനെ അത്രമാത്രം അദ്ദേഹം മുമ്പും ഗവനിച്ചിട്ടില്ല, ഇപ്പോഴും ഗവനിക്കുന്നില്ല. ഇനി അങ്ങോട്ട് പാർലമെൻറ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറുപടി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. നേരത്തെ നിഷികാന്ത് ദുബെ പറഞ്ഞതുപോലെ അദ്ദേഹം ചോദ്യങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നയാളാണ് എന്നാണ് BJPയുടെ നേതൃത്വം തന്നെ കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മോദി മിണ്ടാവൃതം തുടരുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് ആ വിഷയത്തിൽ പുറത്തു വന്നപ്പോൾ അതിനെ സംബന്ധിച്ചും ഒരക്ഷരം ഉരിയാടുന്നില്ല. അതുപോലെ തന്നെ റഷ്യൻ പെട്രോൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈർഷ്യയെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് 50% തീരുവ ഉയർത്തിയിട്ടും നമ്മുടെ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നീട് അത് 25 കുറച്ചു എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞില്ല. പിന്നീട് 18 കുറച്ച് ഞാനിതാ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്ന് ഏകപക്ഷീയമായി അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞപ്പോഴും വളരെ ഞരങ്ങുന്ന മട്ടിൽ ഒരു നന്ദി പറയാൻ മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുമ്പോട്ട് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഈ 2 ദിവസത്തെ യുദ്ധത്തെക്കുറിച്ചാണ്. 11 വിലപിടിപ്പുള്ള എയർക്രാഫ്റ്റുകൾ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെയല്ല എന്ന് അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല. ഏറ്റവും ഒടുവിലായി ഇറാൻ്റെ കപ്പൽ ഇന്ത്യ നടത്തുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള നാവികാഭ്യാസത്തിന് ക്ഷണിക്കപ്പെട്ടു വന്ന അവരുടെ പടക്കപ്പൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്കപ്പുറത്ത് ഒരല്പം മാറി ശ്രീലങ്കയുടെ തീരത്ത് വെച്ച് അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നു പോയിട്ട് ദിവസം 3 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അതിനെ സംബന്ധിച്ച് ഒരക്ഷരം പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രംഗത്ത് വന്നിട്ടില്ല. ഇന്ത്യയുടെ ഭരണകൂടം അതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണവും മുന്നോട്ട് വെച്ചിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന സകല നാവിക നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ക്ഷണിതാവായി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ക്ഷണിച്ചു വന്നിട്ടുള്ള ഒരു വെസൽ ഇത്തരത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് തകർക്കപ്പെടുന്നത്. അങ്ങനെ തകർത്ത നടപടിയെ അപലപിക്കുക പോലും ചെയ്തില്ല ഇന്ത്യ എന്ന് പറയുമ്പോൾ എവിടെയോ എന്തോ തകരാറ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിനും, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കെതിരായി നിലപാടെടുക്കുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ നമ്മളൊരു നിലപാടും എടുത്തില്ല. പലസ്തീനിൽ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഇന്ത്യയുടെ ദീർഘകാലമായ നിലപാട്, ആ നിലപാടിൽ നിന്ന് ഘടകവിരുദ്ധമായ സമീപനം നമ്മൾ സ്വീകരിച്ചു. അതുപോലെ തന്നെ ദീർഘകാല സുഹൃത്തായ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ എക്കാലത്തും ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിക്കുമ്പോഴും ഇന്ത്യക്കൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. എന്താണ് നമ്മുടെ ഭരണകൂടത്തിന് സംഭവിച്ചത്? എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സംഭവിച്ചത്? എന്താണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്, അതിൻ്റെ നയത്തിന് സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ കണ്ടതാണ് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെയൊരു വാക്ക് പാർലമെൻറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന മട്ടിൽ സ്പീക്കർ ഉൾപ്പെടെ പെരുമാറിയത് നമ്മൾ കണ്ടു. എന്താണ് എപ്സ്റ്റീൻ ഫയൽസിലുള്ളത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ, ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായി ഉൾപ്പെടെ ആ എപ്സ്റ്റീൻ ഫയൽസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പൊട്ടിപ്പുറത്തു വരുമ്പോൾ
അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ കഴിയാത്ത, പ്രത്യേകിച്ചും ഈ ഫയലെല്ലാം കൈവശം വെച്ചിരിക്കുന്നത് അമേരിക്കയുടെ നിയമകാര്യ വകുപ്പാണ്. അതിൻ്റെ തലവൻ എന്തായാലും അമേരിക്കയുടെ പ്രസിഡൻ്റാണല്ലോ. ഇനിയും 30 ലക്ഷത്തോളം ഫയലുകൾ പുറത്തു വിടേണ്ടതുണ്ട്. ആ ഫയലുകളിൽ ഇതുപോലെ എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ട്രംപ് പറയുന്നുണ്ട് നരേന്ദ്രമോദി നല്ലയാളാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ കഴിയുമെന്നൊക്കെ അദ്ദേഹം വീമ്പ് പറയുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ട്രംപിൻ്റെ വീമ്പ് പറച്ചിലാകാം, അതിലൊന്നും നമ്മൾ കാര്യമായി എടുക്കേണ്ടതില്ല. പക്ഷേ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലെങ്കിൽ ലോകരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് വിദേശകാര്യ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കേണ്ട ഒരാവശ്യകത പണ്ടുകാലത്തുണ്ടായിരുന്നു. അത് നടത്തിപ്പോന്നിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, ഏറ്റവും ഒടുവിലായി ഏതാനും മാസങ്ങളായി ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല എന്ന നിലയിലേക്ക് പോകുന്നത് വലിയ കഷ്ടമാണ്.